ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. സിന മാം സുഖല്ലേ? അൽഹംദുലില്ലാ സുഖാണ്. കേൾക്കാവോ? എല്ലാവർക്കും ഒരുപോലെ കേൾക്കാലോ അല്ലേ? എന്താ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ സെഷൻ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നിപ്പോ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ സെഷനിൽ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഈ ഉള്ളവരൊക്കെ കഴിഞ്ഞ നമ്മുടെ ലൈല മാമിന്റെ സെഷനിൽ ഉണ്ടായിരുന്നോ എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇവിടെ ആകെ ഖദീജ മാമിനെയാണ് കാണുന്നത്. ഖദീജ മാം കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ മാക്സിമം പറ്റുന്നവര്, എല്ലാവരും ഞാൻ നിർബന്ധിക്കുന്നില്ല, പറ്റുന്നവരൊന്ന് വീഡിയോയിൽ വരികയാണെങ്കിൽ ഒരു സൗകര്യമായിരുന്നു. കുറച്ച് ആളുകൾ കൂടെ വീഡിയോയിലൊന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് കണ്ട് സംസാരിച്ച് ഇങ്ങനെ, അങ്ങനത്തെ ഒരു ടോപ്പിക് ആണല്ലോ. എന്തായിരുന്നു ഇന്നത്തെ ടോപ്പിക്? നമ്മുടെ ടോപ്പിക് എന്താ ഇന്നത്തെ? ഇപ്പൊ ധൈര്യമായിട്ട് സംസാരിക്കാൻ നമ്മള് അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം, പേടി കൂടാതെ, അല്ലെങ്കിൽ ഫിയറിനെ ഓവർകം, ഹൗ ടു ഓവർകം പബ്ലിക് സ്പീക്കിംഗ്, ഓവർകം ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഒരു ടോപ്പിക് കണ്ട് വന്ന് നിങ്ങൾ എല്ലാവരും അത്യാവശ്യം പബ്ലിക്കിന് മുമ്പിൽ, പബ്ലിക്കിനെ ഫേസ് ചെയ്ത് സംസാരിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. അപ്പൊ പബ്ലിക്കിനെ ഫേസ് ചെയ്ത് സംസാരിക്കാന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവണ്ടേ? ആ ഒരു വില്ലിങ്നെസ് നമ്മൾ കാണിക്കണ്ടേ? അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു വില്ലിങ്നെസ് നമ്മൾ ആദ്യം കാണിക്കുക. അതിനുവേണ്ടി മാക്സിമം പറ്റുന്നവർ, ചിലപ്പോൾ എന്തെങ്കിലും പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം, ഇറ്റ്സ് ഓക്കെ. അല്ലാതെ പറ്റുന്നവർ അത്രയും എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കണം, ഫേസ് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ എന്താ പറയാ, നമ്മുടെ മാക്സിമം നിങ്ങൾ വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അതൊരു എക്സ്പീരിയൻസ് ആണ്. കൂടുതൽ ഒരുപാട് തവണ അങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് ഏതൊരു പബ്ലിക്കിന്റെ മുമ്പിൽ നമുക്ക് അങ്ങനെ ധൈര്യപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ സംസാരിക്കാനൊക്കെ പറ്റാം. അതുകൊണ്ട് ഇപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. സോ എല്ലാവരും എന്ന് പറഞ്ഞാൽ മാക്സിമം ആളുകളൊക്കെ തന്നെ ഒന്ന് വീഡിയോയിൽ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഒന്ന് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഞാൻ നമ്മുടെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഹൗ ടു ഓവർകം ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ് നമ്മുടെ സെഷൻ അല്ലേ? എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചില സെഷനിലൊക്കെ ചോദിച്ചപ്പോൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. എല്ലാവരും അറിഞ്ഞോളുന്നില്ല. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റസീന. ഞാനൊരു പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്. നമ്മുടെ ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്. അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ കോച്ചും കൂടെയാണ്. അതാണ് നമ്മുടെ റെറ്റോറിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ്, അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഇതിലാണ് നമ്മൾ ഓരോ വെബിനാർസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാലോ അല്ലേ? കണ്ടൂടെ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ സെഷൻ ത്രൂ, അതായത് ഓവർകം ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സെഷൻ ത്രൂ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഞാനിപ്പോ തൽക്കാലം നിങ്ങൾ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തും ഇന്ററാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും, അതായത് അൺമ്യൂട്ട് ചെയ്തും സംസാരിക്കാം വേണ്ട സമയത്ത്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തൊന്ന് റെഡി അല്ലെങ്കിൽ 6 എന്നൊന്ന് ടൈപ്പ് ചെയ്തേ കാണട്ടെ. റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് 6 എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. റെഡി. താങ്ക് യു റാഷിദ മാം, ഖദീജ മാം, അതേപോലെ തന്നെ ബഷീർ സർ, താങ്ക് യു സോ മച്ച്, മക്സൂദ് സർ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓവർകം ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പേടികളുള്ളവരാണോ നിങ്ങൾ? ആർ യു അഫ്രേഡ് ഓഫ് എനിത്തിങ്? എന്തിനെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ പേടിയുള്ളവരാണോ നിങ്ങൾ? യെസ് ഓർ നോ? പേടിയുണ്ടോ? സ്റ്റേജ് ഫിയർ നന്നായിട്ടുണ്ട്. സ്റ്റേജ് ഫിയർ തന്നെ ഉണ്ട് അല്ലേ? സ്റ്റേജ് ഫിയർ ഉണ്ട്. വേറെ എന്തെങ്കിലും ഫിയർ ഉണ്ടോ? ഒരുപാട് തരത്തിലുള്ള ഫിയേഴ്സ് ഉണ്ട് അല്ലേ? എന്തൊക്കെ ഫിയേഴ്സ് ആണ്, എന്തൊക്കെ പേടിയാണ് സാധാരണയായിട്ട് നമുക്ക് ഉണ്ടാവാറ്? എന്തൊക്കെ ഫിയേഴ്സ് ഉണ്ടാവുക?
പൊതുവേദി അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ഫിയർ ഉണ്ട്. ഉണ്ട്. പിന്നെ വേറൊരു പേടിയെ കുറിച്ച് പറഞ്ഞേ. വേറെന്ത് പേടിയാ ഉള്ളത്? പബ്ലിക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ ഫസ്റ്റിൽ മീറ്റ് ചെയ്യുമ്പോഴുള്ളതുണ്ട്. ഉണ്ട്. അല്ലാതെ ഉൾഭയം ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് പേടികൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് അല്ലേ? ഒരുപാട് പേടികൾ നമുക്ക് ഉണ്ട്. അപ്പൊ അതിൽ ഒരു പേടിയാണ് ഈ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന പേടി. എനിക്ക് അല്ലാതെ ഒരുപാട് നമുക്ക് പല തരത്തിലുള്ള ഫോബിയാസ് ഉണ്ടാവാറുണ്ട്. അതായത് ചിലപ്പോൾ നല്ല ഹൈറ്റിനെ പേടി, ഇരുട്ടിനെ പേടി. എനിക്ക് എന്റെ കേസിൽ പറയാൻ എനിക്ക് ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ പല തരത്തിലുള്ള പേടികളുണ്ട്. ഈ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പേടികളിൽ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? ഏറ്റവും വലിയ പേടി പബ്ലിക്കിൽ സംസാരിക്കൽ. അന്ന് പറയുന്ന പേരാണ് ഗ്ലോസോഫോബിയ. പബ്ലിക്കിൽ സംസാരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോസോഫോബിയ അല്ലേ? എന്ന് പറഞ്ഞാല് ഈ ഒരു നമുക്ക് മുമ്പിൽ കാണാം, മൈക്കിന് മുന്നിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാം, പക്ഷെ അവരുടെ എന്താ പറയുക, ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ഒരു പേടിയുള്ള ഒരു ഫേസ് നമുക്ക് കാണാം. ഏറ്റവും റിസർച്ചസ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പേടി. അതെങ്ങനെ മാറ്റാം? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിയേഴ്സ് പറഞ്ഞു, ഹൈറ്റിന്, ഡാർക്കിന് എന്നൊക്കെ പറഞ്ഞു. ഈ ഗ്ലോസോഫോബിയ തന്നെ പല തരത്തിൽ, അതായത് നമുക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള പേടിക്ക് ഒരു റീസൺ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ പബ്ലിക്കിൽ സംസാരിക്കാൻ എനിക്ക് പേടിയാണ് എന്ന് തോന്നാൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ? നമ്മുടെ വോയിസിനെ പറ്റി നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുണ്ടാവും. നമ്മുടെ വോയിസ് മറ്റുള്ളവർക്ക് ഇഷ്ടാവുന്നില്ലേ എന്നുള്ള ഒരു പേടി. പിന്നെന്താ ഉള്ളത്? തെറ്റിപ്പോവാന്നുള്ള പേടി. പേടി. പിന്നെന്താണ്? പേടി. പിന്നെ ജഡ്ജ്മെന്റൽ ആവുമോ എന്നുള്ള പേടി ഉണ്ടാവും. അതേപോലെ തന്നെ മിസ്റ്റേക്ക് തെറ്റിപ്പോകും, നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് പറ്റുമോ എന്നുള്ള പേടിയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ എന്നുള്ള പേടിയുണ്ട്. നമ്മുടെ വോയിസ് മറ്റുള്ളവർക്ക് ഇഷ്ടാവില്ല എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പേടികൾ നമുക്കുണ്ട് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും, എന്താണ് പബ്ലിക്കിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ എന്താണ് എനിക്കുള്ള പേടി. എനിക്ക് എന്റെ വോയിസ് ആണെങ്കിൽ നമുക്ക് അതിൽ ആ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യണം, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പൊ പബ്ലിക് നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി. അതേപോലെ തന്നെ നമ്മൾ പറയുന്നവർക്ക് മനസ്സിലായി ആവോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റിപ്പോവോ, അതേപോലെ തന്നെ അത് അവർക്ക് മനസ്സിലാവാതെ വരുമോ, ജഡ്ജ്മെന്റൽ ആവോ, ഇങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് ഈ കുറെ ആൾക്കാർ ഉണ്ടാവുമ്പോ എന്താ പറയണ്ടേ, പല ആൾക്കാരും പല രീതിയിലാണ് സംസാരിക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും കൂടി സമ്മറൈസ് ചെയ്ത് പറയുന്നതിൽ ഒരു പേടിയുണ്ട്. കാരണം ഒരാള് അക്സെപ്റ്റ് ചെയ്ത രീതി വ്യത്യാസമാണല്ലോ. ഇതാരാണ് സംസാരിക്കുന്നത്? എനിക്ക് ആളെ കിട്ടിയില്ലല്ലോ. മക്സൂസ് ആണ് അല്ലേ? അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ സെഷൻ ത്രൂ ഇങ്ങനെ പോകുമ്പോ ഏതാണ്ട് നിങ്ങൾക്ക് അതാണ് നമ്മൾ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന. അതിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും നമുക്ക് ഒരേ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കണം. അതാണല്ലോ നമ്മുടെ വിഷയം, അതാണല്ലോ സാറിന്റെ ഒരു ചാലഞ്ച് അല്ലേ? അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ഈ സെഷൻ ത്രൂ നമ്മൾ അതിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിലേക്ക് വരുമ്പോ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ക്വസ്റ്റ്യൻസും ആയിട്ട് വരാം കേട്ടോ. നമ്മളൊന്ന് സെഷൻ ത്രൂ ഒന്ന് പോയി നോക്കാം. ആദ്യം ഈ ഒരു ഏരിയ ഇപ്പൊ മക്സൂസ് സർ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാന്ന് പറയുമ്പോൾ അതൊരു ഏരിയ ആണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ മനസ്സിലാക്കുക എന്താണ് എന്റെ പേടി, എന്തുകൊണ്ടാണ് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്. പബ്ലിക്കിന് മുമ്പിൽ സംസാരിക്കാറുണ്ട്, സെഷൻസ് എടുക്കാറുണ്ട്, ട്രെയിനിങ് എടുക്കാറുണ്ട്, ടീച്ചറാണ്. എനിക്കറിയാം ഹൗ ടു ഓവർകം ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, നന്നായിട്ട് എനിക്കറിയാം. എങ്കിലും ഇവിടെ വരുമ്പോ, നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ, കാരണം എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് എന്റെ മുമ്പിൽ വരുന്ന ഓഡിയൻസ് ആണ് നിങ്ങൾ ഒരു പണി ഇല്ലാണ്ട് വന്നവരല്ലല്ലോ. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നവരാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് തരണം എന്നുള്ള ഒരു ഇന്റൻഷൻ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കണം. പ്രിപ്പയർ ചെയ്യാതെ ഓടി വന്നിട്ട് എല്ലാവരും വന്നോ, 9 മണിയായി, എല്ലാവരും കയറിക്കോ, സൂം ഓപ്പൺ ആണ്, ഞാൻ പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്, ഞാൻ എനിക്ക് തോന്നിയ പോലെ പറയാൻ പറ്റുമോ? യെസ് ഓർ നോ?
പറ്റില്ല. ഇല്ല, അവിടെ ഞാൻ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കോണ്ടന്റ് എന്താണ്, എന്റെ ഓഡിയൻസ് എന്താണ്, ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള രീതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഓഡിയൻസിന്റെ മുമ്പിൽ അല്ലെ, നമുക്ക് ചില അവർക്ക് മനസ്സിലാവോ എന്നുള്ള പേടി, ആ മനസ്സിലാവോ എന്നുള്ള പേടി എപ്പോഴാണ് ഉണ്ടാവുക? ഞാൻ നന്നായിട്ട് പറയേണ്ട കാര്യങ്ങൾ വളച്ചൊടിച്ച് ട്വിസ്റ്റിംഗ് ആയിട്ട് കട്ടിയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവോ ഇല്ലേ എന്നുള്ളൊരു പേടി ഞാൻ പേടിക്കേണ്ടത്. അതേപോലെ പറയുന്നതിന്റെ ഇടയിൽ എന്നോട് തെറ്റിപ്പോവോ, അവർക്ക് മനസ്സിലാവോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്നോട് തന്നെ ചില വാക്കുകളൊക്കെ തെറ്റിപ്പോ, സെന്റൻസ് ഓർഡർ തെറ്റിപ്പോവോ, പറയേണ്ട കാര്യം പറയാതെ ആയി പോവോ, ഈ ഒരു പേടി ഇതൊക്കെ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ആണ്. ആ പ്രിപ്പറേഷന് പെർട്ടിക്കുലർ ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് അതെല്ലാം കൂടെ നമുക്കിപ്പോ പറയാൻ കഴിയില്ല, നമ്മുടെ കോഴ്സിലുള്ള ഒരു ഏരിയ ആണത്. എലിമെന്റ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ആ എലിമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു കോണ്ടന്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്, ഈ പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. ഇത് മാത്രമല്ല, അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിൽ എവിടെ തുടങ്ങണം, അതിന്റെ ഏതിലൂടെ പോകണം, അത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, എവിടെ അവസാനിപ്പിക്കണം, ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം. കൃത്യമായിട്ട് 7 elements ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ആ കോണ്ടന്റ് ക്രാഫ്റ്റിംഗ് നമ്മൾ നന്നായിട്ട് അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അറിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയാ, ആ ഒരു ഏരിയ ഓഫ് ഫിയർ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ആണ്. അതില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലോ, ഞാൻ പ്രിപ്പയർഡ് ആയി, 1 മണിക്കൂറിന്റെ സെഷൻ ഉണ്ട്, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ ട്രെയിനിങ്ങിന് വിളിക്കുകയാണെങ്കിൽ ഓടിപ്പോയി ട്രെയിനിങ് എടുക്കല്ല. നമ്മൾ എന്താ ചെയ്യണം? ഇനി ഇവിടെ വേറെയും ആരോ അൺമ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ, ഞാൻ എല്ലാരും കൂടെ മ്യൂട്ട് ചെയ്യാത്തതാണ്. ഒന്ന് മ്യൂട്ട് ആക്കണേ, ഇടയ്ക്കിടയ്ക്കൊരു സൗണ്ട് കയറി വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ടേക്ക് സ്മോൾ സ്റ്റെപ്പ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ആദ്യം തന്നെ പോയിട്ട് 1 hour സെഷനോ ഹാഫ് ആൻ അവർ സെഷനോ ഇതുപോലെയുള്ള ഒരു വലിയൊരു വെബിനാറോ എടുക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെയും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ടാസ്ക് വൈസ് ഒക്കെ പോകുന്ന സമയത്ത് ഫ്രം സ്മോൾ സ്റ്റെപ്പ്, ചിലപ്പോൾ അത് ഒരു ഓഡിയോ മെസ്സേജിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് ലാസ്റ്റ് ഒരു ട്യൂസ്ഡേ വെബിനാർ സീരീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, 1/2 മണിക്കൂറൊക്കെ വന്ന് സംസാരിക്കുന്നത് ഇതേപോലെയുള്ള സ്മോൾ സ്റ്റെപ്പിലൂടെ, ആദ്യം ചെറിയ ഡിഫറെന്റ് ടാസ്കിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടാണ്. അപ്പൊ നിങ്ങളും ചെയ്യേണ്ടത്, എനിക്ക് പറയാനുള്ളത്, ചെറിയ രീതിയിൽ ചെറിയ സിറ്റുവേഷനിൽ ചെറിയ ഓഡിയൻസിന്റെ മുമ്പിൽ, ചിലപ്പോൾ നമ്മൾ ഓഡിയൻസിന്റെ മുമ്പിലൊന്നും ആയിരിക്കില്ല ആദ്യം ചെയ്യാം. ആദ്യം നിന്ന് നമുക്ക് ഓഡിയൻസ് കിട്ടുമോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ മിററിന്റെ മുമ്പിലായിരിക്കാം, ചിലപ്പോൾ അത് വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിന്റെ ഇടയിലായിരിക്കാം. ചെറിയ ടാസ്കിൽ തുടങ്ങിയിട്ട് ചെറിയ ബേബി സ്റ്റെപ്പ് എടുത്തിട്ട് പിന്നീട് അത് വലിയ സ്റ്റെപ്പായിട്ട്, ഇപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, നമ്മുടെ റെറ്റോറിയൽ വന്നിട്ട് ആളുകൾ 1/2 മണിക്കൂറിന്റെ 3/4 മണിക്കൂറിന്റെ വെബിനാറും മെഡിറ്റേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ പോസിബിൾ ആകുന്നത്? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ദേ ഓൾസോ സ്റ്റാർട്ടഡ് ബൈ ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ്. ഇങ്ങനെ സ്മോൾ സ്റ്റെപ്സ് എടുത്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് എന്തില്ല, ആ സ്റ്റെപ്പിലൂടെ കടന്നു പോയത് കൊണ്ട് ഓൺ ദ ടോപ്പ് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഓൺ ദ ടോപ്പിൽ എത്താൻ അവർക്ക് പേടിയില്ല. അല്ലാതെ അറ്റ സ്ട്രെച്ചിൽ നമുക്ക് ടോപ്പിലെത്താൻ പറ്റുമോ? ഇസ് പോസിബിൾ? പോസിബിൾ ആണോ? ഇസർനോ? പറ്റുമോ? എല്ലാരും പോയോ? ഇവിടെ ഇല്ലേ? ഉണ്ട്. പറ്റും. പറ്റില്ല, സോറി. പറ്റില്ല. അപ്പൊ നമ്മള് ചെറിയ ടാസ്കുകളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മളെ പ്രാക്ടീസ്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഏരിയ വരുന്നത്. പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ രീതിയിൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് പോവാണ്. എന്നാലും ഉണ്ടാവും ഒരു മുട്ടുവിറക്കൽ, ഇല്ലേ? ഫീൽ ചെയ്തിട്ടുണ്ടോ ഒരു മുട്ടുവിറക്കൽ? അങ്ങനെ ഒരു ചിലപ്പോ ഒരാൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രീത്ത് ഒക്കെ കൂടും, അല്ലേ? എന്നാലും നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ അങ്ങ് ഏറ്റെടുത്താലും ആ ഒരു ഡേറ്റ് വരുന്നവരെ, പ്രസന്റേഷന് പോകാനുള്ള ഡേറ്റ് വരുന്നവരെ നമുക്കൊരു ചങ്കിടിപ്പാണ്. അവിടെ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ്, ഒരു വെപ്രാളം, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പേടികൾ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും, സ്ട്രെസ് വരും. ആ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത്
ആ പേടി കൂടാതെ നമുക്ക് സ്റ്റേജിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് റിലാക്സേഷൻ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അത് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ഡീപ് ബ്രീത്തിങ് ഉണ്ട്, ചില മെഡിറ്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ ഫിസിക്കൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ മൂവ്മെന്റ് അല്ലെ, ലൈല പറയാറുണ്ട്, ലൈല എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആളുകൾക്ക് സ്റ്റേജിൽ ഇങ്ങനെ കയറുന്നതിന് മുമ്പേ ഒന്ന് ഇങ്ങനെ 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 കുറെ നേരം ഇങ്ങനെ ബാങ്ക് ചെയ്യണം. കുറെ ഇങ്ങനെ ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു എന്താ പറയാ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് നമ്മൾ റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യുന്നത് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ ബാങ് ചെയ്തിട്ടാവാം, ചിലപ്പോൾ ഒന്ന് ജമ്പ് ചെയ്തിട്ടാവാം, ചിലപ്പോൾ ഒന്ന് ബ്രീത്ത് ചെയ്തിട്ടാവാം. ഇങ്ങനെ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്ക് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് ആ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായി, ഫ്രീ ആയി. പിന്നെ ആ പേടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? അങ്ങനെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ബ്രീത്തിങ് ഒക്കെ ചെയ്യാറുണ്ട്. ആ ബ്രീത്തിങ് ചെയ്യാറുണ്ട്. നല്ലൊരു എക്സസൈസ് ആണ് ഡീപ് ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൊക്കെ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. നല്ല രീതിയിൽ നമ്മുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടില്ലേ, അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി, ഇങ്ങനെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഞാൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് അറിയാം, എൻ്റെ കയ്യിൽ ആ ഒരു പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ആ 5 സെൻസസ് ഉപയോഗിച്ചിട്ട് ഇന്ന ടൈമിന്റെ ഉള്ളിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാകും, എൻ്റെ ഓഡിയൻസ് എന്നോട് നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ടാകും, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടാകും. ഇതൊക്കെ എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് കേട്ടോ. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പോലെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ. അത് ഒരു ടെക്നിക്കാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. അത് ഇഫക്റ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുന്ന ഫീഡ്ബാക്ക് പോലും ആയിരിക്കും ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ അത്രയും പവർഫുൾ ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ അതും ഒരു നമ്മുടെ ഫിയറിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ട്രെയിനേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് വരണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കൂടി നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? നെക്സ്റ്റ്, നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഓൺ ദ മെസ്സേജ്. അല്ലേ, നമ്മുടെ കയ്യിലുള്ള മെസ്സേജ് എന്താണോ, നമ്മൾ കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും എൻ്റെ നൃത്തം, എൻ്റെ നടത്തം, എൻ്റെ നോട്ടം, അല്ലേ അത് ശരിയാണോ, എൻ്റെ പെർഫോമൻസ് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള അതിലേക്ക് ഫോക്കസ് പോകാതെ, യെസ് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ്, എൻ്റെ ഓഡിയൻസ് ഇന്നതാണ്. അവിടെ നേരത്തെ മക്സൂസ് സർ ചോദിച്ചൊരു കാര്യമാണ്, എൻ്റെ ഓഡിയൻസ് ഇന്ന ആളുകളാണ്. നമ്മൾ പോകുന്നതിന് പോലെ നമുക്ക് ഓഡിയൻസിനെ അറിയായിരിക്കും. ഇപ്പൊ ഒരു പാരന്റിങ് സെഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആദ്യം ആരായിരിക്കും? ഓഡിയൻസ് ആയിരിക്കും. ആ ഓഡിയൻസ് ആരായിരിക്കും? പേരൻസ് ആയിരിക്കും. അതേപോലെ എന്താ പറയാ, കുട്ടികൾക്കുള്ള സ്റ്റുഡൻസ് ഓറിയന്റഡ് പ്രോഗ്രാം ആണെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആരായിരിക്കും? കുട്ടികളായിരിക്കും. അതിലും ഡിഫറെന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള കുട്ടികൾ ഉണ്ടാകും, പേരൻസ് ഉണ്ടാകും, കൾച്ചറൽ ഡിഫറൻസ് ഉള്ളവരുണ്ടാകും. അവിടെയും അവരൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു മെസ്സേജിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് വ്യക്തമായിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നു. അല്ലാതെ നമ്മൾ ഒരിക്കലും ഞാൻ പറയുന്നത് ഇങ്ങനെ എൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ്, ഓഡിയൻസ് ഇരിക്കുന്ന സിറ്റുവേഷൻ, അവരുടെ മാനസികാവസ്ഥ, അവർ കയറി വന്നിട്ട് ആ കോണ്ടെക്സ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അല്ലേ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു സെഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഒരാൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്, സ്റ്റേജിലുള്ള ഒരാൾ വിചാരിക്കുക, ഓ എന്റെ സെഷൻ അത്രയും ബോറാണോ, ഒന്നോ രണ്ടോ ആൾ പോയി എന്ന് വിചാരിച്ചോ. അപ്പൊ എന്റെ സെഷൻ അത്രയും ബോർ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തോണ്ടാണോ എന്ന് ആലോചിച്ച് എന്റെ പെർഫോമൻസിൽ അവർ ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? കാരണം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് അവർ ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും, അവിടുന്ന് വന്നൊരു എമർജൻസി കോൾ ആയിരിക്കും, അതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർ ആ സമയത്ത് അറ്റൻഡ് ചെയ്ത്. അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യണ്ട, അപ്പൊ എന്റെ പെർഫോമൻസ് പാളിപ്പോയോ, ആ രീതിയിൽ ഫോക്കസ് പോവാണ്ട് അപ്പോഴും എനിക്ക് ഫോക്കസ് എങ്ങോട്ടാ പോകേണ്ടത്? യെസ്, വിത്തിൻ ദിസ് ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഐ ഹാവ് ടു കൺവേ ദിസ് മച്ച് എമൗണ്ട് ഓഫ്
എന്താണ് മെസ്സേജ്. ഇത്രയും മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഓഡിയൻസിന് കൊടുക്കാനുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മെസ്സേജ് എന്താണോ, നിങ്ങളുടെ കോണ്ടന്റ് എന്താണോ, അതുമായിട്ട് അതിൽ ഫോക്കസ് കൊടുക്കുക. ദാറ്റ് ഇസ് അനദർ തിങ്. നിങ്ങൾ അതിലേക്ക് അല്ലാതെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾ ബ്ലാങ്ക് ഔട്ട് ആവും. ചിലപ്പോൾ എന്താ പറയാ, ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ചില സെഷനിൽ. അത് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ സെഷൻ ബോറിംഗ് ആയതുകൊണ്ടാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? യെസ് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരാൾ ഉറക്കം തൂങ്ങുന്നു വിചാരിച്ചിട്ട് പറയാൻ പറ്റില്ല, ബട്ട് വി തിങ്ക്. നമ്മൾ തിങ്ക് ചെയ്യും. അതാണ് എന്റെ പെർഫോമൻസ് പാളിയോ നമ്മൾ തിങ്ക് ചെയ്യും. കാരണം എന്താണെന്നറിയോ? ആ വ്യക്തി ഒരു പക്ഷേ തലേന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും കാരണം കൊണ്ട്. നമുക്കറിയോ അയാൾ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്? ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. എന്താ നെഗറ്റീവായിട്ട് എടുക്കുന്നത്? ചിലപ്പോൾ അതായിരിക്കും കാരണം. ഇപ്പുറത്ത് 100 ആൾക്കാർ ചിലപ്പോൾ, അല്ലെങ്കിൽ 50 ആൾ ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ സെഷൻ കേട്ട് ആസ്വദിച്ച് അല്ലെങ്കിൽ നോട്ട്സ് കാര്യങ്ങൾ എഴുതുന്നുണ്ടാകും. നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാ പോവാ? ഉറക്കം തൂങ്ങി ഇരിക്കുന്നവർ, അയാൾ കോട്ടുവായിട്ട് ഉറക്കം തൂങ്ങി ഇരിക്കുന്നുണ്ടല്ലോ, എന്റെ സെഷൻ അത്രയും ബോറാണോ? ആ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യും. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഫോക്കസ് പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും അവിടെ നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് പോയാൽ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മുടെ സെഷൻസിൽ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും കൂടെ എന്താകുക ചെയ്യുക? അവിടെ എനർജി കൂടെ ലോ ആവും. അവർക്കും കൂടെ അതുവരെയുള്ള ആ എൻജോയ്മെന്റ് കൂടെ അവർക്ക് നഷ്ടമാവുക ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്താണോ പറയാനുള്ള കാര്യങ്ങൾ അത്രയും സമയത്തിന്റെ ഉള്ളിൽ അത് പറഞ്ഞു തീർക്കുക. ഫോക്കസ് ഓൺ ദ മെസ്സേജ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ എൻഗേജ് വിത്ത് ദ ഓഡിയൻസ്. എൻഗേജ് വിത്ത് ദ ഓഡിയൻസ്. ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യാം. അതെങ്ങനെയാ സാധിക്കുക? ഓഡിയൻസിനായിട്ട് എൻഗേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ദിവസം ലൈല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോഡി ലാംഗ്വേജ്. നിങ്ങൾ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാൻ നിങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കുക? എങ്ങനെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാൻ? നിങ്ങൾ ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഞാനിപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതേപോലെയുള്ള ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചുകൊണ്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാം. അത് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ അതിലങ്ങനെ നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് ഡൈവേർട്ട് ആകുന്നു, ഓഡിയൻസ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ആ രീതിയിൽ പിന്നെ നമുക്ക് നമ്മുടെ ഫിയർ ഫാക്ടർ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ പ്രിപ്പറേഷനിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്താം. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. ഈ എൻഗേജ് ചെയ്യിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലും അതേപോലെ തന്നെ നമ്മുടെ ഐ കോണ്ടാക്റ്റിലും നമ്മുടെ സ്മൈലിങ്ങിലും അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലും നമ്മുടെ വോയിസ് മോഡുലേഷൻ, ഇന്നലെ കഴിഞ്ഞ സെഷനിൽ ലൈല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വോയിസ് മോഡുലേഷൻ, ടോൺ ഓഫ് വോയിസ് എന്ന് പറയുന്നത്, എ കോമ കിൽഡ് എ മാൻ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓഡിയൻസിനോട് ഇതൊരു ചോദ്യമാണോ, ഇതൊരു കോട്ടാണോ, ഇത് എൻഗേജിങ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവിടെ നമ്മൾ വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്ന വലിയ ഒരു കാര്യം നമ്മൾ പബ്ലിക് സ്പീക്കിംഗിൽ പഠിക്കാനുണ്ട്. എല്ലാവർക്കും ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്, എൻ്റെ ഈ സെഷനിൽ ഇരിക്കുന്ന ഇത്രയും ആളുകളോട് ഞാനിപ്പോൾ പറയാണ്, നിങ്ങൾക്ക് ഞാനൊരു ടോപ്പിക് തരാം, നിങ്ങൾ ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം തരികയാണെങ്കിൽ അതിന് പറ്റാത്ത ആരും ഇവിടെ ഇല്ല. എല്ലാവർക്കും പറ്റും. കാരണം നമുക്ക് ഇന്ന് ഏത് ടോപ്പിക്കിനെ കുറിച്ചും നമുക്ക് കോണ്ടന്റ് കിട്ടാൻ ഒരു പണിയില്ല. അത് 5 മിനിറ്റുകളിൽ കിട്ടും, 10 മിനിറ്റുകളിൽ കിട്ടും. പക്ഷെ നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ ആ ഡെലിവറി ചെയ്യുന്നിടത്താണ് കാര്യം. അവിടെയാണ് ഈ വോയിസ് മോഡുലേഷൻ വരുന്നുണ്ടോ, ഇന്ററാക്റ്റീവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു റീഡിങ് മോഡിലാണോ? തമാശ പറഞ്ഞ് കയ്യിലെടുക്കാം, അതും ഒരു സ്കില്ലാണ്. ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ പാർട്ട്ണറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്, എൻ്റെ ലൈലയുടെ ഒരു ക്വാളിറ്റിയാണ് തമാശ പറഞ്ഞ് കയ്യിലെടുക്കുക. നമ്മുടെ അഭിഷാദ് ഗുരുവായൂരൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ചിരിപ്പിച്ചിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു സ്പീക്കറാണ് അദ്ദേഹം. അതേപോലെ തമാശ ഓർത്തൊക്കെ ഒരു രീതിയായിരിക്കും കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് അവിടെ എന്താണ് അത് കൃത്യമായിട്ട് ഒരു ടോപ്പിക് കിട്ടുക, അതിന്റെ മുകളിൽ വർക്ക് ചെയ്യുക, കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക, അത് ഒരു റീഡിങ് മോഡിൽ അല്ലെങ്കിൽ ആസ് ഇറ്റ് ഈസ് അത് പോയിട്ട് ഓഡിയൻസിന് അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല പബ്ലിക് സ്പീക്കിംഗ്. ഈ എൻഗേജ്മെന്റ്സ് വരണമെങ്കിൽ, എൻഗേജിങ് ആവണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വോയിസ് മോഡുലേഷൻ, ടോൺ ഓഫ് ഇന്ററാക്റ്റീവ് ആയിട്ട് വരിക എന്നുള്ളതാണ് ഓഡിയൻസുമായിട്ട്. അവിടെ കണ്ടോ ഈ ഒരു ഹാൻഡ് റൈസ് ചെയ്ത രീതി കണ്ടോ? അതേപോലെ ചിലപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്,
ടോൺ, പിച്ച്, ഹാൻഡ് ജസ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എല്ലാത്തിനെയും കൂടി ഒരു ഈക്വൽ ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഫിയർ ഫാക്ടർ ഒന്നും കടന്നു വരുന്നില്ല. ഓൾറെഡി നമ്മുടെ ഓഡിയൻസ് എൻഗേജ്ഡ് ആണ്, റൈറ്റ്? പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഒരു സെഷൻ കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുക. അതിൽ ഈ പ്രസന്റേഷനിലൊക്കെ തന്നെ നമ്മൾ ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ട് സ്മോൾ എന്ന് പറഞ്ഞത്. ഞാൻ പ്രാക്ടീസ് പ്രിപ്പയർ ചെയ്ത ശേഷം ബേബി സ്റ്റെപ്പ് എടുത്ത് തുടങ്ങാം. ചെറിയ ചെറിയ രീതിയിൽ പ്രസന്റേഷൻ എടുത്ത് ആ പ്രസന്റേഷൻ എടുക്കുമ്പോൾ തന്നെ യു നീഡ് ടു ഗെറ്റ് ഫീഡ്ബാക്ക്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടണം. ഈ ഫീഡ്ബാക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? ഒരു സെഷൻ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? പ്രധാനപ്പെട്ട പോയിന്റ് നമ്മള് മനസ്സിലേക്ക് സ്വീകരിക്കല്ലോ, ശ്രദ്ധിക്കല്ലോ. അതില് എന്നിട്ട് അതാണ് നമ്മൾ അവിടെ അവതരിപ്പിക്കൽ. എന്റെ അഭിപ്രായത്തില് അതെ അതെ. ചിലപ്പോ ചില ആളുകൾ സെഷൻ നന്നായിട്ട് ജെനുവിൻ ആയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല സെഷൻ ആയിരുന്നു മാം, ദാറ്റ്സ് എ വേ ഓഫ് ഗിവിംഗ് ഫീഡ്ബാക്ക്. അതൊരു ഫീഡ്ബാക്ക് ആണ്. ഇനി ഒരു സെഷൻ ബോറാണ്, കൊളാക്കി, ആകെ ബോറായിരുന്ന സെഷൻ, അത് ഓപ്പൺ ആയിട്ട് സെഷൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു കേട്ടോ, സെഷൻ പോരാ, നിങ്ങൾക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താനുണ്ട്, ഈ രീതിയിൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനുണ്ട്, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ പോയിട്ട് ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഫീഡ്ബാക്ക് ഒന്നുമില്ല നല്ല ടോപ്പാക്കി പറയും, അതല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു, ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതേസമയം ഒരു ലേണിംഗ് പബ്ലിക് സ്പീക്കർ, നല്ലൊരു സ്പീക്കർ ആവണം, ട്രെയിനർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട ഫീഡ്ബാക്ക് അതല്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇനി ഇല്ലേ, ഞങ്ങൾ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ, ഞങ്ങളെ സെഷനിൽ വന്നവർക്കറിയാം. ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു നമ്പർ ഓഫ് ടാസ്ക് ഉണ്ടാവും. ഈ ടാസ്ക് ഞങ്ങൾ സ്റ്റുഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനെയും കഴിഞ്ഞ ദിവസം ഒരു ആളുടെ ഒരു ടാസ്കിന് ലൈല എഴുതിയ ഫീഡ്ബാക്ക് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു 7 മിനിറ്റിന്റെ ഒരു ടാസ്കിന് എഴുതിയ ഫീഡ്ബാക്ക് ആണ് വലിയൊരു A4 ഷീറ്റിന്റെ ഒക്കെ ലെങ്ത്തിലുള്ള 2 പേജ് കംപ്ലീറ്റ്. കാരണം എന്താണെന്നറിയോ, അവിടെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിളിക്കുന്ന പേര് ഗിവിങ് എന്താ പറയാ, ഇംപ്രൂവ്മെന്റ് ഏരിയാസ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. അവിടെ ഞങ്ങൾ വളരെ സ്കാൻ ചെയ്തിട്ട് അവരുടെ ഓരോ ഇപ്പൊ ഈ പറയുന്ന ബോഡി ലാംഗ്വേജ്, ഏതൊരു വോയിസ് ടാസ്ക് ആണെങ്കിൽ പോലും അതിലുള്ള അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റണം. എന്നിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയാസ് പോലും പറഞ്ഞു കൊടുത്തിട്ട് അല്ലെ, ഈ ഏരിയയിൽ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു എന്നല്ല, ഇതിങ്ങനെയാണ് വരേണ്ടത്, അല്ല ഇതിങ്ങനെയാണ്. ഈ രീതിയിലുള്ള നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാല് പിന്നീട് ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ് സ്പെസിഫിക് ഏരിയ. ആ ഒരു ഏരിയ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വോയിസോ കോണ്ടന്റോ ഒന്നും ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഐ കോണ്ടാക്ട് ആയിരിക്കും, അത് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കും, ചില നിങ്ങളുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് ആയിരിക്കും. ഇങ്ങനെ എന്താണ് ഏത് ഏരിയ ആണെങ്കിലും അവിടെ കറക്റ്റ് ഫീഡ്ബാക്ക് അല്ല നമ്മൾ കിട്ടുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക അല്ലെ, അത് കിട്ടുന്നില്ലെങ്കിൽ യു വിൽ ബി റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ ദ കമ്മിങ് സെഷൻസ്. ഇനിയുള്ള സെഷനിലും ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇംപ്രൂവ്മെന്റ് ഏരിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള, കഴിഞ്ഞ പ്രസന്റേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള അതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും. ആ ഒരു ഫീഡ്ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് അല്ലെ, കഴിഞ്ഞ സെഷനിൽ ഞാൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിരുന്നേ, അപ്പൊ അതെനിക്ക് മനസ്സിലായി, പിന്നീട് ഞാൻ അടുത്ത സെഷനിലേക്ക് പോകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എങ്കിൽ എനിക്ക് അവിടെ കോൺഫിഡൻസ് കൂടി. ഈ ഏരിയ ഞാൻ വീക്ക് ആയിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു, അപ്പൊ ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. ആർക്കായാലും അങ്ങനെ കൂടൂലേ? ഒരു എക്സാമ്പിൾ പറയാണ്, കൂടൂലേ? കോൺഫിഡന്റ് ആവൂലേ? അങ്ങനെ ഒരു വീക്ക് ഉണ്ടായിരുന്നു, ഏരിയ ഉണ്ടായിരുന്നു, ഞാനത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്, ഇംപ്രൂവ് ചെയ്തിട്ടാണ് കറക്റ്റ്. കേൾക്കില്ല എന്നോ, എനിക്ക് മനസ്സിലായില്ല. അതായത്
അതായത് നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് കേട്ടിട്ട് അതിൽ വരുത്തേണ്ട ചേഞ്ചസ് വരുത്തിയ ശേഷമാണ് നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഫിയർ അവിടെ പതിയെ താഴേക്ക് പോവുകയും ചെയ്യും. വൺ ഓഫ് ദ വേ. സോ ഫീഡ്ബാക്ക്, കറക്റ്റ് ഫീഡ്ബാക്ക് തരാൻ അറിയുന്ന ആളുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് വാങ്ങാം. ഇംപ്രൂവ്മെന്റ് ഏരിയ അടക്കം നമ്മുടെ സെഷനിൽ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾ ചോദിച്ചാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് അത്രയും സ്കാൻ ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കാറ് എന്ന്. അതേപോലെ നെക്സ്റ്റ്, നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിലൊക്കെ ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇതൊക്കെ മാറ്റി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകും. വേറെ ഏതെങ്കിലും ട്രെയിനിങ് കോഴ്സുകൾ ഉണ്ടാകും. നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും സ്പീക്കിംഗ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലെയുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാകും. അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ വേറെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാകും, കോഴ്സുകൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ തന്നെ റെറ്റോറി, അങ്ങനെ ഒരുപാട് എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അല്ലെ, ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ സ്പീക്കിംഗ് ഹബ്ബുകളൊക്കെ. സ്പീക്കിംഗ് ഹബിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്പീക്കിംഗ് ഹബ്ബ് ഉണ്ട്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ആളുകൾ പിന്നീട് പോയി ജോയിൻ ചെയ്യുന്നത് സ്പീക്കിംഗ് ഹബ്ബ്. അവിടുന്നാണ് അവര് അരമണിക്കൂറിന്റെ സെഷനൊക്കെ പിന്നീട് വന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത്. ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു കേട്ടോ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് ഒരാളെ നമ്മൾ വിടാറില്ല. അവരെ ഇതേപോലെ സ്പീക്കിംഗ് ഹബിലേക്ക് ഇടും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മള് ഒരു കോഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കോഴ്സ് ചെയ്യുന്നതോട് കൂടി നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവുന്നില്ല. ഞങ്ങൾ തന്നെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഹബ്ബ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സൺഡേയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സൺഡേ ഞങ്ങൾ ഇങ്ങനെ ഒരു ജോയിൻ ആയിട്ട് കുറച്ച് ആളുകൾ ഗ്യാദർ ചെയ്തിട്ട് മോർണിംഗിൽ സൺഡേ വൈബ് ലയില സൺഡേ വൈബ് എന്നായിരുന്നു ആ കമ്മ്യൂണിറ്റിയുടെ പേര്. ആ സൺഡേ വൈബിന് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ടോപ്പിക് ഒക്കെ എടുത്തിട്ട് 5 മിനിറ്റിന്റെ ടോപ്പിക് 10 മിനിറ്റ് ടോപ്പിക് എടുത്തെടുത്ത് പ്രാക്ടീസ് ആയി. അവിടെ എന്താ പറയാ, അവിടെ ഞങ്ങൾ തന്നെ പരസ്പരം ഈ പറയുന്ന രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഏരിയാസ് ഫീഡ്ബാക്ക് പരസ്പരം കൊടുത്ത്, അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ച് നമ്മൾ ലൈസൻസ് എടുക്കുന്നതോട് കൂടി നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവർ ആവുന്നുണ്ടോ? ഏത് വഴിയിലൂടെയും പോകാൻ നമ്മൾ പാകപ്പെടുന്നുണ്ടോ? യെസ് ഓർ നോ? പാകപ്പെടുന്നുണ്ടോ? നോ. പല തവണ പല റൂട്ടില് പല സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് നമ്മൾ എക്സ്പേർട്ട് ആവുന്നത്. അതേപോലെയാണ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് ആ ഡ്യൂറേഷൻ കഴിയുന്നതോട് കൂടി ഒരിക്കലും നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് മെച്ചപ്പെടുത്താൻ അതിന്റെ ഒരു കണ്ടിന്യൂഷനും കൂടെ നമുക്ക് കിട്ടണം. ഇങ്ങനെയുള്ള ഹബിലൂടെ പോയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാനും നമ്മുടെ സ്കില്ല് അവിടെ എന്താ പറയാ, ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റി ഇതേപോലെ സെഷൻ എടുത്ത് എനിക്ക് തോന്നുന്നു ഫസീലത്ത് മാം ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിലുള്ള ഇംപ്രൂവ്മെന്റ് ഏരിയാസ് കാണിച്ചു കൊടുക്കുക ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഒന്നുകൂടെ കോൺഫിഡന്റ് ആയിട്ട് യെസ് എനിക്ക് ഇതുകൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമാകുക നിങ്ങൾ. അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അല്ലാതെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും വലിയ വലിയ സ്പീക്കേഴ്സിനെ നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇവരൊക്കെ ജന്മനാ ഇങ്ങനെ തന്നെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു ഇൻട്രോവേർട്ടിന് പോലും, എന്താ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയിലാണ് ഇൻട്രോവേർട്ട്. ഒരു ഇൻട്രോവേർട്ടിന് പോലും ഒരു ഗ്രേറ്റ് സ്പീക്കർ ആവാവുന്നതാണ്. കാരണം അതൊരു സ്കില്ലാണ്, ജന്മനാ കിട്ടുന്ന. കഴിഞ്ഞ ദിവസം പറഞ്ഞ ടാലന്റ് അല്ല, അത് സ്കില്ലാണ്. ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. പക്ഷെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് റൈറ്റ് പ്ലാറ്റ്ഫോമിൽ റൈറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ പോകണം. അതർവൈസ് യു വിൽ ബി റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. അതാണ് അനദർ തിങ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇതേപോലെ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. പ്രൊഫഷണൽസിന്റെ നിങ്ങളുടെ ഫിയർ അത്രയും സിവിയർ ആണെങ്കിൽ, അത്രയും ആ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിന്റെ ആ ഒരു ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം ഇത്രയൊക്കെ ആണില്ല, എന്നാൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതല്ല, നമ്മൾക്ക് ആരാണോ ഇന്നലെ കഴിഞ്ഞ ദിവസം ലൈല ചോദിച്ച 5 ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ബട്ട് ഐ നീഡ് ടു ഇംപ്രൂവ്, ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് 5 ചോദ്യങ്ങൾ. അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൂ ക്യാൻ ഹെൽപ്പ് മീ? ആർക്കാണ് എന്നെ സഹായിക്കാൻ പറ്റുക? എല്ലാ കാര്യത്തിലും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണോ? എല്ലാ കാര്യത്തിലും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് അല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല. നമുക്കിപ്പോ മിററിന്റെ മുന്നിൽ പോയി പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കാന്നൊക്കെ പറഞ്ഞാലും അവിടെ നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ പ്രൊഫഷണൽസ് ആയിട്ട് സ്കില്ല് കറക്റ്റ് അറിയാവുന്ന, ഇത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള
ആളുകളുടെ അടുത്ത് തന്നെ നമ്മൾ പോവുക, അവരുടെ സഹായം നിങ്ങൾ തേടുക. ഇത് ആരുടെ ആയാലും. കാരണം നമുക്കിന്ന് അറിയാം, നമുക്കിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ആളുകൾ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നു. അതിൽ ഒരു എന്താ പറയാ വൺ സച്ച് കാറ്റഗറി എന്ന് പറയാം, അല്ലെങ്കിൽ അതിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ അതിൽ പെട്ട ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ റെറ്റോറിയ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഈ സെഷന്റെ എൻഡിങ് ആയിട്ടുള്ള സെഷൻ ഓൾമോസ്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിലുള്ള ഒരു സെഷൻ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റിയാണ് റെറ്റോറിയ എന്ന് പറയുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്. ഇതിൽ ഈ പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ നേരത്തെ പ്രിപ്പറേഷനിൽ ഞാൻ പറഞ്ഞ എലിമെന്റ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ട്, സ്റ്റേജ് ഫിയർ. നിങ്ങൾ വിചാരിക്കും ഓൺലൈനിൽ എങ്ങനെ സ്റ്റേജ് ഫിയർ നമുക്ക് ഓവർകം ചെയ്യാന്നല്ലേ, ഓൺലൈനിൽ പഠിപ്പിച്ചിട്ട്. അങ്ങനെ പഠിപ്പിച്ചിട്ട് ഇന്ന് എന്താ പറയാ അങ്ങനെ പഠിപ്പിച്ചിട്ട് സെഷൻസ് എടുത്ത ആളുകൾ, അതായത് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു ആളുടെ ഇന്ന് ലൈല എവിടെയോ പറഞ്ഞ എക്സ്പീരിയൻസ് ഞാൻ ഒന്നുകൂടെ പറയാണ്. അതായത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആള് റഷീദ മാം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എബോ 50 ഉണ്ട്. അവർക്ക് പഠിക്കാൻ വരുമ്പോ തന്നെ എനിക്ക് ഇത്രയും വയസ്സായില്ലേ, പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷെ അവര് പഠിച്ചു വന്ന് അവരുടെ സംസാരത്തിലുള്ള സ്കൂളിൽ ഒരു മീറ്റിങ്ങിന് പോയതാണ്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോനുണ്ട്, എന്താ പറയാ മോനല്ല മോന്റെ മോൻ അങ്ങനെ എന്തോ ആണ്. സ്കൂളിൽ പോയ സമയത്ത് അവരുടെ സംസാരത്തിലുള്ള ഒരു നമ്മൾ ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സംസാരത്തിൽ നമ്മളൊരു എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും. അങ്ങനെ ഇവര് സ്കൂളിൽ പോയി സംസാരിച്ച സമയത്താണ് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ആ സ്കൂളിൽ ആള് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പാരന്റ്സിന് ഒരു സെഷൻ എടുത്ത് കൊടുത്തൂടെ? കാരണം ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വന്നതാണ്, അവര് സെഷൻ എടുത്തു. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളിത് ഓൺലൈനിൽ പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ ഫിയറിനെ ഓവർകം ചെയ്യുക. അപ്പൊ ഫസ്റ്റ് തിങ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോയിങ് എന്നാണ്. അത് അറിയാന്നുള്ളതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ഡൂയിങ് ഇറ്റ് ആണ്, അത് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മുടെ കോഴ്സിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി ചെയ്യേണ്ട യൂട്യൂബ്, സോഷ്യൽ മീഡിയാസ്, പോഡ്കാസ്റ്റിംഗ്, സൂം ഹാൻഡ്ലിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ChatGPT പോലെയുള്ള കാര്യങ്ങൾ അറിയൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഒരു ടോപ്പിക്, എനിക്കിപ്പോ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ആ ടോപ്പിക് ജസ്റ്റ് കറക്റ്റ് രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് അരമണിക്കൂറിനുള്ള സെഷൻ ആണെങ്കിൽ അങ്ങനെ, 1 മണിക്കൂറിനുള്ളതാണെങ്കിൽ അങ്ങനെ, ഇത്ര മെയിൻ പോയിന്റ്സ് ഉള്ളതാണെങ്കിൽ അങ്ങനെ, അത് നമുക്ക് ആര് തരും? AI നമുക്ക് തരും. അപ്പൊ അതും കൂടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ നമ്മുടെ കോഴ്സിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതിന്റെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 20th of this month, 20ാം തീയതിയാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആവുന്ന സമയത്താണ്. അതിന്റെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ അത്രയുമാണ് നമ്മുടെ സെഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഏരിയയുമായിട്ടൊക്കെ ബന്ധമുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും വീഡിയോന്നൊക്കെ ഔട്ടായോ? വീഡിയോയിലില്ലേ എല്ലാവരും? അപ്പൊ ഇനി ഇതേപോലെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അപ്പൊ ഇത് പഠിക്കാൻ പറ്റുന്ന, ഇത്രയും കേട്ടപ്പോ ഈ ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല? വാട്ട് ഡു യു ഫീൽ? ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? നമുക്ക് ചെയ്തെടുത്തൂടെ? വാട്ട് ഡു യു ഫീൽ? എന്താ തോന്നുന്നത്? പബ്ലിക് സ്പീക്കിംഗ് ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റും, ഡെഫിനറ്റ്ലി പറ്റും അല്ലെ? നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഫിയറിനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഫിയറിനെ ഓവർകം ചെയ്ത് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന ആളുകൾ അവരുടെ സംസാരത്തിലുള്ളത് അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ വെബിനാർസ് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സ്റ്റെപ്പ്, സ്മോൾ ടാസ്കിലൂടെ കടന്നു പോയിട്ടാണ് അരമണിക്കൂറിലുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള സംസാരങ്ങളും അതോടൊപ്പം തന്നെ ഇതേപോലെ പാരന്റിങ് പോലുള്ള സെഷൻസ് അരമണിക്കൂറിലധികം 1 hour ഒക്കെ എടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളും. കഴിഞ്ഞ ദിവസം ഫീഡ്ബാക്ക് പറഞ്ഞ ഒരാള് ആരായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മുടെ റസിയ മാം അല്ലെ? സ്കൂളില് ഓപ്പണിംഗ് ഡേയുടെ അന്ന് ഒരു സെഷൻ, ആളുകളെ ബോറടിപ്പിക്കാതെ, അതേസമയം
അവർക്ക് കിട്ടിയ അവർ തന്നെ ഷെയർ ചെയ്ത മറ്റൊരു കാര്യം തന്നെയാണ് എന്താ പറയാ വേറൊരു അവർ തന്നെ വേറൊരു എക്സ്പീരിയൻസ് അവരുടെ അല്ല, അവരുടെ ഫ്രണ്ടോ അതേപോലെ സെഷനൊക്കെ എടുത്തിട്ട് ആകെ സംസാരിച്ച് നീണ്ടുപോയി ബോറടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ 7 എലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഈ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ പറ്റും എന്ന് മനസ്സിലായി. ഇനി അതിനുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടത് ആരാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത്? ആരാ? ഖദീജ മാം. ഖദീജ മാം, അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും നമ്മൾ തന്നെയാണ് അല്ലെ, നമ്മൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുക, കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക, ഞാൻ എന്താണ് ലൈല പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, എന്താണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് മാറ്റേണ്ടത് അല്ലെ, ഫൈനലി ഇഫ് യു ക്യാൻ ഹെൽപ്പ് മീ എന്നുള്ള ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ കാര്യങ്ങൾ ബേബി സ്റ്റെപ്പ് പോലെ 1 ഡിഗ്രി ചേഞ്ച് പോലെ ലൈഫിൽ കൊണ്ടുവരിക. അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് ഫിയറിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല, ഇതേപോലെ ഞാൻ ടീച്ചറായിരുന്നു, അതേപോലെ തന്നെ എന്റെ പാർട്ണർ എഞ്ചിനീയർ ആണ് കേട്ടോ. എഞ്ചിനീയറിംഗും പബ്ലിക് സ്പീക്കിംഗും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എഞ്ചിനീയറിംഗും പബ്ലിക് സ്പീക്കിംഗും സ്കില്ലും തമ്മിൽ എന്തെങ്കിലും അല്ലെ, സ്പീക്കിംഗ് തമ്മിൽ സ്കില്ലല്ല, ആ ഒരു പ്രൊഫഷൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ നൗ ഷീ ഈസ് എ പബ്ലിക് സ്പീക്കിംഗ് കോച്ച്. അതെങ്ങനെ സാധിച്ചേ? ഇതൊരു പ്രോസസ്സാണ്. ഞാൻ ഈ പറഞ്ഞ ബേബി സ്റ്റെപ്പിലൂടെ ടാസ്കുകൾ ചെയ്ത് കറക്റ്റ് ഫീഡ്ബാക്കിലൂടെ കടന്നുപോയി അല്ലെ, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ സംസാരിച്ച് കറക്റ്റ് ഫീഡ്ബാക്ക് വീണ്ടും കിട്ടി, പ്രാക്ടീസ് ചെയ്ത് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഈ ഒരു രീതിയിൽ എത്തുന്നത്. സ്വന്തമായിട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ഡോക്ടർ ജെസ്സി, ഓക്കെ ജെസ്സി മാം, ഡോക്ടർ ജെസ്സി മാമിനെ എനിക്ക് അറിയാലോ, ഞാൻ കണക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്സോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളെ സെഷൻ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയിട്ടില്ല. നമുക്ക് ഇനിയും നെക്സ്റ്റ് ഡേ തൊട്ടടുത്ത ദിവസം തന്നെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നമുക്ക് സെഷൻസ് വരുന്നുണ്ട് കേട്ടോ. വേറെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും താങ്ക് യു ജെസ്സി മാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞ സമയത്ത് മക്സൂദ് സാറിന് ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ, ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? താങ്ക് യു സോ മച്ച്. അതിന്റെ മുകളിൽ ഒന്നുകൂടെ വർക്ക് ചെയ്യാം. നല്ല ഓവറോൾ സമ്മറി എക്സാക്ട്ലി കൺവേ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു. സോ ബേസിക്കലി ഇത്രയും ചെറിയ ടൈമിൽ കംപ്ലീറ്റ്ലി ആ മെസ്സേജ് മൊത്തം എന്താ പറയുക റീച്ച് ചെയ്തില്ല. ബേസിക്കലി നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് എന്താന്ന് വെച്ചാല് ഡൈവേർട്ട് ആയി പോകുന്നത്. സോ ലൈക്ക് ഞാൻ ഇന്ററാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്ക് അതങ്ങ് ഇതായി പോകും. കാരണം ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, സോ അതിലേക്ക് അങ്ങ് ഡീപ്പായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പോകും ഞാൻ യൂഷ്വലി. സോ നമ്മളെ മെയിൻ മെസ്സേജ് ഡൈവേർട്ട് ആയി പോയി ആ മെസ്സേജ് മാത്രം കൺവേ ചെയ്തിട്ട് പറഞ്ഞു. അത് നമ്മുടെ റസീന ഓർമ്മയുണ്ടോ? നമ്മള് മനാൽ മാം പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പൊ ഇവരും പറഞ്ഞത്. മനാൽ മാം പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം പറയാൻ ഇറങ്ങിയാല് അങ്ങ് ഈ വഴി അങ്ങ് അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് ആഫ്രിക്കയിൽ പോയി, ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ എത്തിയിട്ടായിരിക്കും ഞാൻ ചിന്തിക്കുക ഇതൊന്നും അല്ലല്ലോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എവിടെയൊക്കെയോ എത്തി. അത് ആക്ച്വലി മനാൽ മാം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. മനാൽ മാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഫീഡ്ബാക്ക് എനിക്ക് ഇപ്പൊ കൃത്യമായിട്ട് എന്താണ് ചിന്തിക്കേണ്ടതെന്നും ആ ചിന്തകൾ എവിടം വരെ എത്തിക്കണമെന്നും എന്താണ് ഞാൻ പറയേണ്ടതെന്നും ആ ടൈമിൻ്റുള്ളത് പറയാനും സാധിക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് വൈ നമ്മള് ഇങ്ങനെ പരത്തി പറയുന്നത് ഇസ് ബിക്കോസ് ആ കണ്ടന്റ് ഞാൻ എങ്ങനെ ഇത് ഈ ഒരു ടൈമിൽ ചുരുക്കണമെന്ന് മനസ്സിലാത്തതുകൊണ്ടാണ്. അതായത് ലൈക്ക് എലിവേറ്റർ പിച്ചിങ് എന്നൊരു സംഭവം ഉണ്ട്, അറിയോ? എലിവേറ്റർ പിച്ചിങ് എന്ന് പറഞ്ഞാൽ യു ഹാവ് എ ബിസിനസ് ഐഡിയ, you need an investor, okay?
ഒരു ഇൻവെസ്റ്റർ ആവശ്യമുണ്ട്. അപ്പോ നിങ്ങൾക്കറിയാം ഈ കമ്പനിയുടെ ഈ മുതലാളി എല്ലാ ദിവസവും ഈ ലിഫ്റ്റ് വഴി 1 മിനിറ്റ് എടുത്തിട്ട് അയാളുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അത് കണ്ടുപിടിച്ച നിങ്ങള് ലിഫ്റ്റിൽ ഇയാൾ കയറുന്ന സമയത്ത് ചാടി കയറിയിട്ട് സാറേ ദിസ് ഇസ് മൈ കമ്പനി, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ പ്രോഡക്റ്റ്, ഇന്ന കാര്യങ്ങൾ, ഇന്ന ബെനിഫിറ്റ് ആണ് ഇതിനുള്ളത്, ഇതാണ് സംഭവം, ഇത്രയാണ് ഇതിന്റെ റേറ്റ്, കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ലിഫ്റ്റ് അയാളുടെ സ്റ്റോപ്പിലെത്തി. അയാൾ ഇറങ്ങും. ആ സമയത്തിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇയാൾക്കൊരു ഇംപ്രഷൻ ബിൽഡ് ചെയ്യണം. ഈ കൊള്ളാലോ ആ പ്രോഡക്റ്റ്, ഈ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഇയാൾക്ക് വരുത്തിക്കണം. ദാറ്റ് ഈസ് കോൾഡ് എലിവേറ്റർ പിച്ചിങ്. സോ only if you know how to ക്രാഫ്റ്റ് ചെയ്യാൻ അറിയണം ആ ഒരു കണ്ടന്റ്. അല്ലാണ്ട് സാറേ ഞാനുണ്ടല്ലോ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് 5 വർഷമായി ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുഴപ്പമില്ല, എന്റെ വീട്ടിന്റെ അടുത്തുള്ളവരൊക്കെ പറയുന്നത് അടിപൊളി ആണെന്നാണ്, ഇത് പിന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും സമയം കഴിഞ്ഞു. പക്ഷെ നേരെ തിരിച്ച് ഇഫ് യു നോ ഹൗ ടു ക്രാഫ്റ്റ് യുവർ കണ്ടന്റ് ഇൻ എ വെരി ക്രിസ്പ് വേ, പറയേണ്ടത് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അവിടെ എത്തിയിട്ട് അയാൾ ഒരു നോട്ടം നോക്കിയിട്ട് ഓക്കെ ടേക്ക് ദിസ് ഇസ് മൈ വിസിറ്റിംഗ് കാർഡ്, ജസ്റ്റ് മീറ്റ് മീ അറ്റ് ദിസ് ടൈം. തീർന്നില്ലേ നിങ്ങളെ ജീവിതം? ജിങ്കാലാല അല്ലേ? അതെങ്ങനെ സംഭവിച്ചു? ഇറ്റ്സ് ബിക്കോസ് യു നോ ഹൗ ടു ക്രാഫ്റ്റ് യുവർ കണ്ടന്റ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പൊ മക്സൂദ് പറഞ്ഞത് മാതിരി ഞാൻ ഈ വഴി പോയി ആ വഴി പോയിട്ട് തിരിച്ചിവിടെ എത്തും, പക്ഷെ ഒന്നും നടക്കുകയും ചെയ്യില്ല. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ തിങ്. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടന്റ് ക്രാഫ്റ്റിംഗ്. ഓക്കെ, എക്സാക്ട്ലി. അപ്പം വേറെ ആർക്കും ഒന്നും ഇല്ലാന്ന് തോന്നൂല്ലേ? സംശയങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ നമ്മളെ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ കുറച്ച് പേര്. എനിബഡി? നമ്മുടെ ഈ സാംസങ് SM ആരാ? എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കോഴ്സ് ഡ്യൂറേഷൻ അല്ലേ? ആ. നമ്മുടെ 40 days ആണ് കേട്ടോ നമ്മുടെ കോഴ്സ് വരുന്നത്. 40 days കോഴ്സ് ആണ്. 40 days കഴിഞ്ഞാലും നമ്മുടെ എന്താ പറയാ ഫോളോ അപ്പ് കാര്യങ്ങൾ. ഫോളോ അപ്പ് മീൻസ് നിങ്ങൾ ആ ടാസ്കുകൾ ചെയ്യാനുള്ള ഡ്യൂറേഷൻ, നിങ്ങളിപ്പോ 40 days കഴിഞ്ഞപ്പോ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ ടാസ്ക് ചെയ്യുന്നത് എങ്കിലും ആ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു 40 days റെസ്ട്രിക്റ്റഡ് ഒന്നും അല്ല. അത് കഴിഞ്ഞ് നിങ്ങൾ സ്പീക്കിംഗ് ഹബിലേക്ക് വരും. അവിടുന്ന് നിങ്ങൾ വെബിനാർ കാര്യങ്ങളിലേക്കൊക്കെ വേണ്ട എല്ലാ സപ്പോർട്ടും ഏത് സമയത്ത് എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കോഴ്സിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഇതേപോലെ ഫ്രീ വെബിനാർ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫീസ് കാര്യങ്ങൾ ആയിഷ മാം എന്നെ ഒന്ന് കണക്ട് ചെയ്തോ, പേഴ്സണൽ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ ആയിഷ മാം. അതല്ലെങ്കിൽ ആയിഷ മാമിന്റെ നമ്പർ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ വേറെ ആരാണ്? വേറെ എന്തെങ്കിലും? ഡോക്ടർ ജെസ്സി മാമിനെ ഞാൻ കണക്ട് ചെയ്തോളാം. വേറെ ആർക്കും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നൂല ലൈല? Yes, we shall wind up then. Okay, thank you all for joining the session and becoming part of us. Thank you all. Thank you so much. Good Thank you night. so much. Good night. Thank you, ma'am. Thank you, Leila, ma'am. Thank you to all. Thank you, ma'am.